കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ വനിതാ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ ദിനത്തിൽ ഗുജറാത്തിലെ നവസാരിയിൽ നടന്ന ലക്ഷ്പതി ദീദി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നന്ദൻ, നാരി ശക്തി വിളിച്ചോതുന്ന പരിപാടികൾക്ക് തന്നെയാണ് ഡൽഹിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്, അല്ലേ? ഇന്നിപ്പോൾ ഗുജറാത്തിലെ നവസാരിയിൽ നടന്ന പരിപാടിയിൽ ഏതാണ്ട് 1,00,000-ലധികം വനിതകളാണ് പങ്കെടുത്തത്. വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ലക്ഷ്പതി ദീദി യോജന പദ്ധതിയുടെ ഗുണഭോക്താക്കളടക്കം വലിയ ലക്ഷോപലക്ഷം വനിതകൾ ഇന്ന് ഈ ഗുജറാത്തിലെ പരിപാടിയിൽ പങ്കെടുത്തത്. അവിടെ പ്രധാനമന്ത്രി ആ പരിപാടിയെ വിശേഷിപ്പിച്ചത് തന്നെ നാരീ ശക്തിയുടെ മഹാകുംഭമേള എന്നാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് മഹാകുംഭമേളയിൽ ഗംഗാമാതാവിൻ്റെ അനുഗ്രഹം തനിക്ക് ലഭിച്ചു. ഇന്നിപ്പോൾ നാരീ ശക്തിയുടെ വലിയ അനുഗ്രഹമാണ് ലഭിച്ചത്. പെൺമക്കളുടെയും അതേപോലെ തന്നെ സഹോദരിമാരുടെയും അമ്മമാരുടെയും അനുഗ്രഹങ്ങൾക്ക് മുന്നിൽ താൻ തല കുമ്പിടുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര വനിതാ ദിന ആശംസകളും നേർന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ വനിതാ ദിനത്തിൽ വലിയ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാരിന് കൊണ്ടുവരാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് 2014 മുതൽ രാജ്യത്ത് സ്ത്രീകളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ എംപിമാരുടെ എണ്ണം വർദ്ധിച്ചു, അതേപോലെ തന്നെ മന്ത്രിമാരുടെ എണ്ണം വർദ്ധിച്ചു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സമഗ്രമായ ജുഡീഷ്യറി മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെയാണെങ്കിലും ഒക്കെ തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് കഴിഞ്ഞ 75 വർഷക്കാലത്തെ ബ്രിട്ടീഷ് കരി നിയമങ്ങൾ അത് കുട്ടികൾക്കും വനിതകൾക്കും കൃത്യമായ ക്ഷേമം അല്ലെങ്കിൽ നിയമം ഉറപ്പാക്കിയിരുന്നിരുന്നില്ല. അതിന് പകരമായാണ് ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നതും ശക്തമായ നടപടി അതിലൂടെ സ്ത്രീകളുടെ ക്ഷേമത്തിനും കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും അത് നടപ്പാക്കിയെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. മാത്രമല്ല, രാജ്യത്തെ സ്ത്രീകൾ അവരിപ്പോൾ കൂടുതൽ സംരംഭത്തുക മേഖലയിലേക്ക് കടക്കുന്നു. ഇതെല്ലാം തന്നെ 2014 ശേഷം കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. പുതിയ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ആദ്യം കൊണ്ടുവന്നത് സ്ത്രീ ശാക്തീകരണം മുന്നിട്ട് അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ച് കൊണ്ടുള്ള ബില്ലാണ്. അതിൽ ആദ്യം ഒപ്പിട്ടത് അല്ലെങ്കിൽ അതിൽ ഒപ്പിട്ട രാഷ്ട്രപതി അവർ ഒരു ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുമുള്ള വനിതയാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇങ്ങനെ വനിതകൾക്കായി നിരവധി പദ്ധതികൾ മുത്തലാഖ് നിരോധനമടക്കം കൊണ്ടുവന്നു. ആർട്ടിക്കിൾ 370 നടപ്പാക്കിയതിലും അതിൻ്റെ നിരോധനത്തിലൂടെ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ സ്ത്രീകൾക്ക് അവർക്ക് വിവാഹത്തിനും അതേപോലെ തന്നെ വിവാഹമോചനത്തിനുമൊക്കെ അടക്കം വലിയ അവകാശങ്ങൾ അവർക്ക് ഉണ്ടായി. അതുമാത്രമല്ല, മറ്റ് ഗ്യാസ് കണക്ഷൻ സ്ത്രീകൾക്ക് കൂടുതലായി അവരുടെ പേരിൽ ഗ്യാസ് കണക്ഷനുകൾ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ഇങ്ങനെ നിരവധി സ്ത്രീക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ, സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബാങ്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ കരങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൊണ്ടുവരുന്ന രീതിയിലുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ഈ കേന്ദ്ര സർക്കാർ 2014 ശേഷം നടപ്പിലാക്കി എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് ലോകത്തെ തന്നെ ഏറ്റവും ധനികനായ വ്യക്തി താനാണെന്നാണ്. അത് മിലിറ്ററി പവറിൻ്റെ കേസിലോ അല്ലെങ്കിൽ സ്വത്തിൻ്റെ കേസിലോ അല്ലെങ്കിൽ രാജ്യത്തെ മറ്റ് വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് രാജ്യത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും അനുഗ്രഹം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ വ്യക്തി താനാണെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് വിശേഷിപ്പിച്ചത്. ഏതായാലും 1,00,000-ലധികം വനിതകളാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ ശ്രവിക്കാനെത്തിയത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഗുജറാത്ത് സർക്കാരിൻ്റെ വിവിധ വനിതാ ക്ഷേമ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശരി, ഡൽഹിയിൽ നിന്ന് തത്സമയം ചേർന്നത് എസ് നന്ദഗോപൻ.